വ്യാപാര നയങ്ങളിൽ വീണ്ടും നാടകീയ നീക്കങ്ങളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സുപ്രീം കോടതിയിൽ നേറ്റ തിരിച്ചടികൾക്ക് പിന്നാലെ ഏർപ്പെടുത്തിയ ആഗോള തീരുവ 10-ൽ നിന്നും 15% ഉയർത്തി. അധിക തീരുവ എന്നു മുതൽ ബാധകമാകുമെന്നതിൽ ഒരു വ്യക്തതയുമില്ല. മധു കൊട്ടാരക്കരയാണ് ചേരുന്നത് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ്. അപ്പോൾ കോടതി പറഞ്ഞപ്പോഴേക്ക് 10%. ട്രംപിന് തോന്നി 5% കൂട്ടാം, പിന്നെയും കൂട്ടി. ഇതങ്ങനെയുണ്ട് ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ച എന്ന് പറയുന്ന സാധനമൊക്കെ ഇല്ലേ മതിച്ചേട്ടാ? ഗുഡ് മോർണിംഗ് ഹാഷ്മി, സ്മിത. വാർത്തയിലേക്ക് വരും മുമ്പ് ഒരു കാര്യം പറയാം. ഡൊണാൾഡ് ട്രംപ് ഏതാണ്ട് 500 കമ്പനികളാണ് ട്രംപ് ഓർഗനൈസേഷന് കീഴിലുള്ളത്. നിയമത്തിന്റെ പഴുതുകൾ വളരെ സമർത്ഥമായിട്ട് അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ ഉപയോഗിച്ചാണ് ആ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയത്. ഇവിടെയും ഈ നിയമത്തിന്റെ പഴുതുകളിലൂടെ ഉള്ള ഒരു പ്രസിഡൻഷ്യൽ ഭരണമാണ് ട്രംപ് കാഴ്ചവെക്കുന്നതെന്ന് വേണം ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട്. അതായത് എവിടൊക്കെയാണ് പഴുതുകളുള്ളത് അത് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ആ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു ട്രംപിനെയാണ് ഈ രണ്ടാം ടേമിൽ നമ്മൾ കാണുന്നത്. അതുപോലെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ഈ ആഗോള തീരുവ 15% ഉയർത്തുന്നതായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇത് ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും അദ്ദേഹം പറയുന്നു. 1977 നിയമപ്രകാരം ട്രംപ് ഏർപ്പെടുത്തിയ നികുതികൾ നേരത്തെ സുപ്രീം കോടതി റദ്ദാക്കി. എന്നാൽ 1974 ട്രേഡ് ആക്ട് സെക്ഷൻ 122 പ്രകാരം ഉള്ള പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഒരു പുതിയ നികുതി ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിയമപ്രകാരം 150 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് തുടരണമെങ്കിൽ US കോൺഗ്രസിന്റെ അംഗീകാരമാണ് വേണ്ടത്. എന്നാൽ ഈ 150 ദിവസത്തിനുള്ളിൽ പുതിയ അന്വേഷണങ്ങൾ നടത്തി കൂടുതൽ സ്ഥിരതയുള്ള മറ്റൊരു നിയമത്തിന്റെ കീഴിലേക്ക്, അതായത് സെക്ഷൻ 301 ഈ നികുതികളെ മാറ്റാനാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന തന്റെ ആ ഒരു ലക്ഷ്യം നടപ്പിലാക്കുമെന്ന് ട്രംപ് ഇന്ന് ആവർത്തിച്ചിട്ടുണ്ട്. അതേസമയം ഈ സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഇന്ത്യൻ കയറ്റുമതിക്ക് മേലുള്ള അമേരിക്കൻ നികുതികൾ ഫലത്തിൽ മോസ്റ്റ് ഫേവർഡ് നേഷൻ ആയിരുന്നു ഇന്ത്യ നേരത്തെ. ആ നിലവാരത്തിലേക്ക് പുനഃക്രമീകരിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നികുതി വർധനവിനൊക്കെ മുമ്പ് അമേരിക്കയിലേക്ക് എത്തുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ശരാശരി നികുതി വെറും 3% ഓർക്കണം. ഇപ്പോൾ ഈ 15% കൂടെ കൂടുമ്പോൾ ഒരു 18%, അതായത് നേരത്തെ ധാരണയായ 18% ആ റേഞ്ചിലേക്ക് മടങ്ങി വരും. പക്ഷേ ഇന്നും നാളെയും ഒക്കെ ഡൽഹിയിലും അതുപോലെ അമേരിക്കയിലും ഒക്കെ നടത്തുന്ന തുടർ ചർച്ചകളിലൂടെ ഇന്ത്യക്ക് ഈ മോസ്റ്റ് ഫേവർഡ് നേഷൻ എന്ന് പറയുന്ന പഴയ കാറ്റഗറിയിലേക്ക് തിരികെ എത്താൻ സാധിക്കുമോ എന്നാണ് കാണേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഈ ഒരു വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് പ്രതികരിക്കാതെ പക്വതയോടുകൂടി നീങ്ങുന്നതെന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും. സ്മിത, ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.